ഡിയേഴ്സ്, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് എന്നുള്ള നമ്മളെ 9th ചാപ്റ്റർ എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് എന്താണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്നുള്ളത്. നമ്മൾ അതിലൊരു 5 സ്റ്റെപ്പുള്ളൊരു പ്രൊസീജിയർ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് നടത്തേണ്ട ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഹൈപ്പോത്തസിസ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. സോ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഡിഫൈൻ ദി ഹൈപ്പോത്തസിസ് അഥവാ സ്റ്റേറ്റ് ദി ഹൈപ്പോത്തസിസ്. അതായത് നമ്മൾ H0 നൾ ഹൈപ്പോത്തസിസ് എന്താണെന്ന് പറയണം. അതേപോലെ തന്നെ നമ്മൾ H1 ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്താണെന്നും പറയണം. അത് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ ക്വസ്റ്റ്യനിൽ ഒരുപാട് വാല്യൂസ് തന്നിട്ടുണ്ടായിരിക്കും. അതായത് സാമ്പിളിൻ്റെ മീൻ ഉണ്ടായിരിക്കും, പോപ്പുലേഷൻ മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സാമ്പിളിൻ്റെ സൈസ്, അങ്ങനെ കുറേ വാല്യൂസ് തന്നിട്ടുണ്ടായിരിക്കും. ഈ വാല്യൂസ് വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം ഏത് ടെസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. മേ ബി അത് Z ആയിരിക്കാം, T ആയിരിക്കാം, chi-square ആയിരിക്കാം. സോ Z, T എന്നൊക്കെ പറയുന്നത് സാമ്പിൾ സൈസിലെ വേരിയേഷൻ വെച്ചിട്ടാണ് നമ്മൾ Z ആണോ T ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം. സോ ഏത് ടെസ്റ്റ് വേണം എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ക്രിട്ടിക്കൽ റീജിയൻ ഡിഫൈൻ ചെയ്യണം. അതേപോലെ തന്നെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ എത്രയാണെന്ന് പറയണം. ആൽഫ പൊതുവേ എക്സാമിനായാലും നമ്മൾ ചെയ്യുമ്പോഴായാലും നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കുക 0.05 അല്ലെങ്കിൽ 0.01 എന്നുള്ള വാല്യൂസാണ് ആൽഫയ്ക്ക് നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കാം. ഇനി ക്രിട്ടിക്കൽ റീജിയൻ എന്തൊക്കെയാണ് Z വരുമ്പോൾ വരുന്നുണ്ടായിരിക്കുക, T വരുമ്പോൾ വരുന്നുണ്ടായിരിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ ആണ്. നമ്മളിപ്പോൾ Z-ന് ഒരു ഇക്വേഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ T ആണെങ്കിൽ Tക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഒരു വാല്യൂവിലേക്ക് ഫൈനലി Z-ന് ഇതാണ് വാല്യൂ എന്നുള്ള രീതിയിലേക്ക് കാൽക്കുലേഷൻ നടത്തുക എന്നുള്ളതാണ് നാലാമത്തെ സ്റ്റെപ്പ് പറയുന്നത്. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് ആണ്. ഏറ്റവും ലാസ്റ്റിലെ സ്റ്റെപ്പാണ്. അതായത് നമ്മൾ H0 നൾ ഹൈപ്പോത്തസിസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ റിജക്റ്റ് ആണോ ചെയ്യേണ്ടത്, ഈ ഒരു തീരുമാനം എടുക്കലാണ് ഏറ്റവും ലാസ്റ്റിലെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂയും അതേപോലെ തന്നെ നമ്മൾ ടേബിൾ വാല്യൂ ആണ്. ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ, അതായത് ഇപ്പോൾ Z ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ Z-ൻ്റെ വാല്യൂ ടേബിൾ വാല്യൂവിനെക്കാട്ടും വലുതാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ Z എവിടെയാണ് ഇരിക്കുന്നത്? ക്രിട്ടിക്കൽ റീജിയനിലാണ് അഥവാ റിജക്ഷൻ റീജിയനിലാണ് എന്ന് നമുക്ക് പറയാം. സോ നമ്മൾ എന്താക്കും? H0 നമ്മൾ റിജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ H0 ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഡു നോട്ട് റിജക്ട് H0 എന്നായിരിക്കും നമ്മൾ പറയുന്നുണ്ടായിരിക്കുക. സോ ഇങ്ങനെ ഫൈനൽ സ്റ്റെപ്പിലും കൂടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ടെസ്റ്റിങ്ങിൻ്റെ ഫുൾ സ്റ്റെപ്പുകൾ എന്താണ് തീർന്നിരിക്കുകയാണ്. സോ ടെസ്റ്റിങ്ങിന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. അത് Z ആയിരിക്കാം, T ആയിരിക്കാം, chi-square ആയിരിക്കാം. ഇനി നമ്മൾ F ടേബിൾ, അതായത് നമ്മൾ ANOVA നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് F സ്റ്റാറ്റിസ്റ്റിക് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെയും കൈൻഡ് ഓഫ് സ്റ്റെപ്പുകൾ ഇതേപോലെ തന്നെയാണ്. നമ്മളുടെ ഹൈപ്പോത്തസിസ് എന്താണെന്ന് പറയണം, ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടെസ്റ്റ് തന്നെയാണെങ്കിലും Z, T, chi-square, F ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈ സ്റ്റെപ്പ് നിങ്ങൾ മെമ്മറൈസ് ചെയ്യുക ആൻഡ് അടിപൊളിയായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.